പ്രിയമുള്ളവരെ, സീറോ മലബാർ സഭ വിശ്വാസികളെ, ഇന്നലെ 22/5/2025 വ്യാഴം, ഇന്നലെ നമ്മൾ അതിശക്തമായ ഒരു ചെറുത്തുനിൽപ്പിനെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്നലെ അരമനയിൽ അവിടെ നടന്ന സംഭവങ്ങളുടെ എല്ലാം ദൃക്സാക്ഷികളാവേണ്ടി വന്നത്. ഇന്നലെ അതിരാവിലെ ഏതാണ്ട് 80ഓളം സഭാവിരുദ്ധരായ വൈദികർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന മേജർ ആർച്ച് ബിഷപ്പിൻ്റെ അരമനയിൽ കടന്നു കയറുകയും അനധികൃതമായി അവിടെ താമസിക്കുകയും അവിടുത്തെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തു. സഭാവിശ്വാസികൾ അവിടെ അന്വേഷിച്ച് എത്തിയപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ പ്രസ്ബിറ്റോറിയം വിളിച്ചിട്ടുണ്ട് എന്നാണ്. എന്നാൽ അതിന് ചുമതലപ്പെട്ട എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തൻ വികാരി ജോസഫ് പാമ്പ്ളാനി പിതാവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെയൊരു മീറ്റിംഗ് വിളിച്ചിട്ടില്ല എന്ന് പറയുകയുണ്ടായി. വീണ്ടും സഭാസ്നേഹികളായ പല വിശ്വാസികളും ചേർന്ന് അരമനയിൽ ചെന്ന് അവിടുത്തെ അധികൃതരോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇവരവിടെ അധാർമികമായി തുടരുകയാണെന്നും ആരുടെയും അനുവാദമില്ലാതെ കുറേ അധികം ഭക്ഷണങ്ങളുമായി തലേ ദിവസം എത്തിയതുപോലെ തന്നെ പിറ്റേ ദിവസവും ഇവർ ഭക്ഷണവുമായി അവിടെ എത്തുകയാണ് ഉണ്ടായത്. ഇവർ വരുമ്പോഴും പോകുമ്പോഴുമെല്ലാം ആഡംബര പ്രിയ ഭക്ഷണങ്ങളാണ് ഇവരുടെ അകമ്പടി സേവിക്കാറുള്ളത്. ഇവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും ആഭാസത്തരം സഭാ വിരുദ്ധത പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രം, വിശ്വാസികളെ വഴിതെറ്റിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ എറണാകുളം അങ്കമാലി അതിരൂപതയെ ഒരു വാർത്താ മാധ്യമമാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ജനശ്രദ്ധ ലഭിക്കുന്നതിന് വേണ്ടി ഇവരവിടെ അതിക്രമിച്ച് കയറുന്നത്. ഈ വന്ന വൈദികർക്കെല്ലാം സീറോ മലബാർ സഭ അതിൻ്റെ ഉത്തരവാദിത്വത്തോടെ ഓരോ ദേവാലയങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തതാണ്. സ്വന്തം ദേവാലയം ഉപേക്ഷിച്ചിട്ടാണ് ഇവർ ഇവിടെ ഈ പേക്കൂത്ത് നാടകം കളിക്കാൻ അഭിവന്ദ്യ പാമ്പ്ളാനി പിതാവുമായി ചേർന്ന് ഇവിടെ ഈ തട്ടിക്കൂട്ട് നാടകം കളിക്കുന്നത്. എന്നാൽ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇവർക്ക് പ്രതീക്ഷ തെറ്റി, ഇവരുടെ പദ്ധതികളെല്ലാം പൊളിഞ്ഞു, ഇവരുടെ എല്ലാ നാടകവും ചുരുളഴിഞ്ഞ് വീഴുന്ന ഒരു സങ്കടകരമായ കാഴ്ചയാണ് ഇന്നലെ അരമനയിലുണ്ടായത്. നിമിഷ നേരം കൊണ്ട് സഭാസ്നേഹികളായ വിശ്വാസികൾ ഒത്തുകൂടുകയും ഇവർക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുകയും ചെയ്തു. അതിക്രമിച്ച് അരമനയിൽ കടന്ന വൈദികരെ എത്രയും വേഗം പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ അരമനയിൽ കയറി അവിടെ തടസ്സം സൃഷ്ടിച്ചു നിന്നിരുന്ന വിമത വൈദികർക്കെതിരെ അവരാൽ കഴിയുന്ന വിധം പ്രാർത്ഥനയും മുദ്രാവാക്യങ്ങളുമായി വിശ്വാസികൾ അവിടെ നിലയുറപ്പിച്ചപ്പോൾ എല്ലാ തവണയും തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയും അധാർമികതയും കൊണ്ട് അധികാരം ഭരിച്ചിരുന്നവരെല്ലാം കുലുങ്ങുന്ന കാഴ്ചയാണ് ഇന്നലെ അരമനയിൽ കണ്ടത്. എന്നാലും ഇവർ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. വിശ്വാസികളെ കണ്ട് വിശ്വാസികളുടെ കൈക്കരുത്ത് ഭയന്ന് പല വൈദികരും, പല സഭാവിരുദ്ധ വൈദികരും ഭയന്ന്. അതിനകത്ത് വേറൊരു സത്യം കൂടിയുണ്ട്. ഈ കടന്നു കയറിയ 80 വൈദികർ, അതിൽ ഒരു പകുതിയോളം പേര് നിർബന്ധിതരായി വന്നവരാണ്. വൈദിക ഗുണ്ടായുസത്തിൻ്റെ മേൽക്കോയ്മ കെട്ടിയുറപ്പിക്കുന്ന 10-12 വൈദികരുടെ ഗുണ്ടായുസവും ഭീഷണിയും, അതുപോലെ ആത്മായ മുന്നേറ്റം എന്ന സീറോ മലബാർ സഭ വിരുദ്ധ സംഘടനയുടെ ഭീഷണിയും ഭയന്ന് വന്ന പകുതിയോളം വൈദികർ മടങ്ങിപ്പോയി ഉച്ചയോടുകൂടി. ഈ ഉച്ചയപ്പോൾ വീണ്ടും ഇവർക്ക് ഭക്ഷണം വരികയുണ്ടായി. അപ്പോൾ വിശ്വാസികൾ അത് തടഞ്ഞു. സഭാവിരുദ്ധമായി അനധികൃതമായി അരമനയിൽ കടന്നുകൂടിയ വിശ്വാസികൾക്ക് വൈദികർക്ക് യാതൊരു തരത്തിലുള്ള ഭക്ഷണവും കൊടുക്കേണ്ടതില്ല എന്ന് അവർ പോലീസിനെ അറിയിച്ചു. പോലീസ് ശക്തമായി ബലം പിടിച്ചു. എങ്കിലും വിശ്വാസികൾ ഭയന്നില്ല. ആത്മായ മുന്നേറ്റ ഗുണ്ടകൾ വന്ന് വളരെയധികം ഭീഷണി മുഴക്കി. പക്ഷേ വിശ്വാസികൾ പിന്മാറിയില്ല. അവർ ഈ ഭക്ഷണം അകത്ത് കയറ്റുകയില്ല എന്ന് നിർബന്ധിച്ച് അവരെ പറഞ്ഞയക്കുകയുണ്ടായി. വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം, പ്രായമുള്ള വൈദികരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അകത്തുള്ള കൂരിയ അംഗങ്ങളുടെ അനുവാദമുണ്ടെങ്കിൽ മാത്രം ഭക്ഷണം കയറ്റാമെന്ന് വിശ്വാസികൾ സമ്മതിക്കുകയാണ് ഉണ്ടായത്.
അതിൻ്റെ വെളിച്ചത്തിൽ ഭക്ഷണമാണ്, അത് വേസ്റ്റാക്കാൻ പാടില്ല, അവൾ ധാർമ്മികത കൂരിയ അംഗങ്ങൾക്കുണ്ടായതുകൊണ്ട് ഭക്ഷണം മാത്രം അകത്ത് കയറ്റാൻ അവർ നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഉച്ചയ്ക്ക് അവിടെ ഭക്ഷണം എത്തിയത്. പക്ഷേ ഭക്ഷണം കഴിച്ച് 10 മിനിറ്റിനുള്ളിൽ അവരെ ഇറക്കിക്കോളാം, അവരിറങ്ങിപ്പോയിക്കോളും, പാമ്പ്ളാനി പിതാവ് വരുന്നുണ്ട്, ഒരു 10 മിനിറ്റ് ചർച്ചയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിശ്വാസികളെ ശാന്തരാക്കി മാറ്റി നിർത്തിയെങ്കിലും ഒരു വിശ്വാസി പോലും അവിടുന്ന് പിന്മാറിയില്ല, ആരും തിരിച്ചുപോയില്ല. സംഘടിതരായി ദൈവത്തിൻ്റെ നാമത്തിൽ അവിടെ ബ്രോഡ്വേയിൽ പൊരിവെയിലത്ത് നില ഉറപ്പിച്ചു. ഈ സമയം മണിക്കൂറുകൾ കഴിഞ്ഞുപോയി. എങ്കിലും പാമ്പ്ളാനി പിതാവ് വന്ന് ഇവരുമായിട്ട് ചർച്ച നടത്തിയോ ഇല്ലയോ എന്നറിയില്ല. പാമ്പ്ളാനി പിതാവ് വേറെന്തോ പരിപാടിക്ക് പോയി. അപ്പോഴും വൈദികർ അവിടെ തുടർന്നു. അവരവസാനം പറയുകയാണ്, സന്ധ്യയായപ്പോൾ അവർ പറയുകയാണ്, അവർ ഇറങ്ങിപ്പോകില്ല, കൂരിയെ രാജിവെക്കണം എന്ന്. ഈ അധാർമികമായി അകത്ത് കയറിയ ഗുണ്ടാ വൈദികർക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് ഈ കൂരിയ മാറണം എന്ന് പറയാൻ? ഇവരുടെ ഇംഗീതത്തിന് തുള്ളുന്ന ഒരു കൂരിയെ അവിടെ പ്രതിഷ്ഠിക്കാനാണ് ഇവരുടെ അജണ്ട. ഇത്രയും നാള് 3-4 വർഷത്തോളം ഇവരുടെ ആജ്ഞാനുവർത്തികളായ കുറേ വിമത ലോഹധാരികൾ കൂരിയയിൽ ഇരുന്നപ്പോൾ വിശ്വാസികൾക്ക് അവിടെ പ്രവേശിക്കാൻ പോലും അനുവാദമില്ലായിരുന്നു. പ്രവേശിച്ചാൽ അപ്പോൾ അവർ പോലീസിനെ വിളിക്കും, അല്ലെങ്കിൽ ഗേറ്റ് അടച്ചിടും, ഒരാളെപ്പോലും അകത്ത് കയറ്റില്ല, വിശ്വാസികളുടെ രോദനം കേൾക്കാൻ ആരുമില്ലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാറി ബോസ്കോ പിതാവ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി. അതിനുശേഷം ബോസ്കോ പിതാവ് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് സഭയെ അനുസരിക്കണമെന്ന ബോധ്യത്തോടുകൂടി ഇവരെയും ബോധവൽക്കരിച്ച് വിമതവൈദികരെയും ചെറിയ ചെറിയ ഉപദേശങ്ങൾ കൊടുത്ത് ഇവിടെ സഭയോടൊപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം സഭയുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ സിനഡ് ചേരേണ്ട സമയമായതുകൊണ്ട് സിനഡ് ചേരുകയും മലബാർ സഭയെ ഏതോ വൻ ശക്തി, ഏതോ അദൃശ്യ ശക്തി, ഏതോ നാരകീയ ശക്തി ഹൈജാക്ക് ചെയ്യുകയും ആ ഒരു ചുമതല അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന സ്ഥാനം മാറ്റി സ്വയം ഭരണാധികാര സഭയായ സീറോ മലബാർ സഭയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പ് നിർദ്ദേശിക്കുന്ന ഏതൊരാൾക്കും ഇവിടെ വികാരിയാകാം എന്നുള്ള ഒരു നിയമം ഉണ്ട്. അതുകൊണ്ട് അഭിവന്ദ്യ തലശ്ശേരി ആർച്ച് ബിഷപ്പായ പാമ്പ്ളാനി മെത്രാൻ ആ സ്ഥാനത്തേക്ക് മെത്രാൻ